നമസ്കാരം. പാകിസ്ഥാൻ എന്ന പേര് കേട്ടാൽ എന്താണ് ഓർമ്മ വരിക? ഭീകരവാദമല്ലേ? ഭീകരവാദത്തെ താരാട്ടുപാടി വളർത്താനും മറ്റു രാജ്യങ്ങളിലേക്കും സ്പോൺസർ ചെയ്യാനുമാണ് പാകിസ്ഥാൻ എക്കാലവും ശ്രമിച്ചത്. ചരിത്രം പരിശോധിച്ചാൽ അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യൻ അതിർത്തികളിൽ കടന്നുകയറാനും ഇന്ത്യയിൽ അശാന്തി പരത്താനും പാകിസ്ഥാൻ നിരന്തരം ശ്രമിച്ചിരുന്നു. ഈ പാകിസ്ഥാൻ ഭീകരവാദം ഉപേക്ഷിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ? ഇത് കേൾക്കുമ്പോൾ ആദ്യം തോന്നുക കേട്ടത് മാറിപ്പോയി എന്നായിരിക്കും, അല്ലെങ്കിൽ കേട്ടതിലെന്തോ പിശകുണ്ടെന്നായിരിക്കും. എന്നാൽ അങ്ങനെയല്ല. കേട്ടത് മാറിപ്പോയതോ കേട്ടതിൽ പിശകോ ഒന്നുമല്ല. അങ്ങനെ ഒരു വാർത്ത പാകിസ്ഥാനിൽ നിന്ന് വരുന്നുണ്ട്. അതായത് എല്ലാ അയൽ രാജ്യങ്ങളുമായി സമാധാനം പുലർത്താനാണ് ആഗ്രഹിക്കുന്നതെന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞത്. രാജ്യത്തെ പ്രതിരോധ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഷഹബാസ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വാക്കുകളിലേക്ക് വരികയാണെങ്കിൽ, അയൽക്കാരുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും എല്ലാ അയൽ രാജ്യങ്ങളുമായും സമാധാനപരമായ ബന്ധമാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതെന്നും, എന്നാൽ അതൊരിക്കലും പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിലോ അവകാശങ്ങളിലോ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടായിരിക്കില്ല. ഒരു രാജ്യത്തിനെതിരെയും ആക്രമണം നടത്താനും പാകിസ്ഥാൻ ആഗ്രഹമില്ല. രാജ്യാതിർത്തികളിൽ ഉൾപ്പെടെ സ്ഥിരത പിന്തുടരാനും സമാധാനം പുലർത്താനും എല്ലാം ശ്രമിക്കാറുണ്ട്. രാജ്യത്തിന്റെ വികസനവും സമാധാനവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ സമാധാനത്തിനാണ് എല്ലായ്പ്പോഴും പ്രഥമ പരിഗണന നൽകുന്നതെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. കാശ്മീരിൽ പാകിസ്ഥാൻ കാണിച്ചുകൂട്ടുന്ന അതിക്രമം ഇതിൽ ഏതിൽ ഉൾപ്പെടുത്തണമെന്നാണ് സംശയം. പാകിസ്ഥാനിലെ ഭീകരവാദത്തെക്കുറിച്ച് ചില വസ്തുതകൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കണക്കുകൾ പരിശോധിച്ചാൽ 2020-22 കാലഘട്ടത്തിൽ ഭീകരാക്രമണം മൂലം 971 പാകിസ്ഥാനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 2022-ൽ 379 സുരക്ഷാ സേനാ ഉദ്യോഗസ്ഥരും 363 ഭീകരരും ഉൾപ്പെടും. കണക്കുകൾ പറയുന്നത് 23,372 പാകിസ്ഥാൻ പൗരന്മാരും 8,332 പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരും തീവ്രവാദത്തിനെതിരായ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ്. പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് 2000 മുതൽ 2010 വരെയുള്ള ഭീകരതയുടെ പ്രത്യക്ഷവും പരോക്ഷവുമായ സാമ്പത്തിക ചെലവുകൾ മൊത്തം $68 ബില്യൺ. 2001 മുതൽ 2018 വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഭീകരതയ്ക്കെതിരായ യുദ്ധം കാരണം പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് മൊത്തം $126.79 ബില്യൺ നഷ്ടമാണ് ഉണ്ടായത്. 2022-ൽ പാകിസ്ഥാനിലെ മിക്ക തീവ്രവാദ പ്രവർത്തനങ്ങളും ഖൈബർ പത്തൂൺ ബലൂചിസ്ഥാൻ പ്രവിശ്യകളിൽ കേന്ദ്രീകരിച്ചായിരുന്നു. ബലൂചിസ്ഥാനിൽ 26%, സിന്ധിൽ 5.8%, പഞ്ചാബിൽ 2.8%. 1979-ൽ സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ അധിനിവേശം നടത്തിയപ്പോൾ മുതൽ പാകിസ്ഥാനിലെ ഭീകരവാദത്തിന്റെ വേരുകൾ കണ്ടെത്താനാകും. സോവിയറ്റ് അഫ്ഗാനിസ്ഥാൻ യുദ്ധസമയത്തും അഫ്ഗാനിസ്ഥാനിൽ പൊട്ടിപ്പുറപ്പെട്ട ആഭ്യന്തര യുദ്ധത്തിലും പാകിസ്ഥാൻ അഫ്ഗാൻ മുജാഹിദിനെ പിന്തുണച്ചതിന് ശേഷമാണ് പാകിസ്ഥാനിൽ തീവ്രവാദം പച്ചപിടിച്ചത്. മുജാഹിദീൻ പോരാളികൾക്ക് പാകിസ്ഥാൻ സൈന്യവും അമേരിക്കൻ CIA-യും മറ്റ് പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികളും പരിശീലനം നൽകിയിരുന്നു. അവർ യുദ്ധം ഔദ്യോഗികമായി അവസാനിച്ചതിനു ശേഷവും പ്രദേശത്ത് പ്രവർത്തനം തുടർന്നു. രാജ്യത്തിലെ ജനങ്ങളുടെ സുരക്ഷയെക്കാളും പാകിസ്ഥാൻ എല്ലായ്പ്പോഴും പ്രാധാന്യം നൽകിയത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്കാണ്. ജനം സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോൾ പാകിസ്ഥാൻ സർക്കാർ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന തിരക്കിലായിരുന്നു. രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ദയനീയമാണ്. പാകിസ്ഥാൻ സദാ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിച്ചു വിടുന്നുണ്ട്. പാകിസ്ഥാൻ ഭീകരവാദം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ലോകം പോയിട്ട് പാകിസ്ഥാനിലുള്ളവർ പോലും വിശ്വസിക്കില്ല. പാകിസ്ഥാൻ എത്ര നല്ല വിള ചമയാൻ ശ്രമിച്ചാലും പാകിസ്ഥാന്റെ കയ്യിലിരിപ്പ് ലോകത്തിനറിയാം. ലോകത്തിന്റെ കണ്ണിൽ പൊടിയിടാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.